ഒന്നും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാതെ എല്ലാം ചെയ്യുന്നു എന്ന് പ്രചരണം നടത്തി വോട്ട് പിടിക്കാൻ പിണറായി വിജയനെ പോലെ തന്ത്രജ്ഞനായ ആരും ഈ നാട്ടിലില്ല. ആ പ്രൊപ്പഗണ്ട രാഷ്ട്രീയം പ്രതിപക്ഷത്തെ കൊണ്ടുപോലും ഏറ്റെടുപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതാണ് മിടുക്ക്. ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനം എഴുതി കേരളം സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയാണെന്ന്. ഈ പ്രൊപ്പഗണ്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായിയും പി രാജീവും അറിയാൻ, അത് വിശ്വസിച്ച് അത് ശരിയാണെന്ന് കരുതി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ അറിയാൻ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന വാർത്ത ശശി തരൂറിന്റെ സ്വന്തം മണ്ഡലമായി തിരുവനന്തപുരം പാറശാലയിലെയാണ്. പാറശാലക്കാരിയായി 57 വയസ്സുള്ള പുഷ്പകുമാരിയും ഭർത്താവ് തങ്കപ്പനും. ഈ തങ്കപ്പൻ KSRTC റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ 6 വർഷമായി അവിടെ ഒരു ചെങ്കൽ ഖനന യൂണിറ്റ് സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ചെങ്കൽ ഖനനം ഇഷ്ടികയാക്കിയാണ് വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഡിമാൻഡുകളുണ്ട്, ഒരുപാട് ആവശ്യക്കാരുണ്ട്. എന്നാൽ എക്കാലത്തും അവിടുത്തെ യൂണിയനുകാർ പ്രശ്നമുണ്ടാക്കുന്നു, തലവേദന ഉണ്ടാക്കുന്നു. അതിന് വിഷയം, അവർ ജോലിക്കാരായി വെച്ചിരിക്കുന്നവർക്ക് 1000 ചെങ്കൽ കയറ്റുന്നതിന് കൊടുക്കേണ്ടി വരുന്ന തുക 450 രൂപയാണ്. ആ 450 രൂപ പിന്നെ ഒരു ചെറിയ ബോണസ് ഒക്കെ അവർ ആവശ്യമെങ്കിൽ കൊടുക്കും, 30 രൂപ വീതം. പക്ഷേ 450 രൂപയ്ക്ക് പണിയെടുക്കാൻ ആളുണ്ട്, അത് ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അവിടുത്തെ CAT-കാരും INTC-കാരും സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് അവരത് ചെയ്തോളാം, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. ശരി എങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അവർക്ക് വേണ്ടത് 800 മുതൽ 1000 രൂപ വരെയാണ്. ഈ 800 മുതൽ 1000 രൂപ വരെ കൊടുത്ത് മുതലാവില്ല. അവർ കേസിന് പോയി, ഹൈക്കോടതിയിൽ പ്രൊട്ടക്ഷന് പോയി, പോലീസ് സംരക്ഷണം കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അവർക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാൻ അധികാരമുണ്ടെന്ന് കോടതി പറഞ്ഞു. പക്ഷേ സമ്മതിക്കുന്നില്ല. തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കില്ല, കൊടിനാട്ടി സമരം ചെയ്യും. ഈ സമരം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഇവരുടെ ഓർഡറുകൾ സമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല. ഈ ബിസിനസ് അടച്ചുപൂട്ടേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു. അവർ കടക്കാരായി മാറുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിണറായി വിജയനും പി രാജീവനും ഇതൊക്കെ അറിയാം, അവർ ഗൗനിക്കില്ല. പക്ഷെ ശശി തരൂരും VD സതീശനും അറിയണം, ഇതാണ് ഇവിടുത്തെ അവസ്ഥ.